നിങ്ങളുടെ തൊട്ടരികിൽ ഒരു ഡോർ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. തൊട്ടടുത്ത് ഈ ഡോറിൻ്റെ മറുവശത്ത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളുടെ മുഴുവൻ സാഹചര്യങ്ങളുടെയും ഉത്തരങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരുപാട് പേര് ഈ ഡോറ് തുറക്കാതെ ഇവിടെ വരെ വന്നിട്ട് നിരാശിതരായി തിരിച്ചു പോകുന്നു. പക്ഷേ ഇതിനെ ഒന്ന് തുറന്നെടുക്കാനൊന്ന് മെനക്കെട്ടാൽ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, ഈ വാതിലൊന്ന് തുറക്കാൻ ഒന്ന് മെനക്കെട്ടാൽ നമ്മുടെ ലൈഫ് തന്നെ മാറും. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരുക്കുന്ന ഭയങ്കരമായ ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയും. ഞാനൊരു ഒരു 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 ഉറപ്പ് നിങ്ങൾക്ക് തരാം. നിശ്ചയമായും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ വാതിൽ തുറക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഇത് തുറന്ന് നമുക്ക് അതിനകത്തോട്ട് കയറാം. നമ്മളെ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്നതും നമ്മൾ അനുഭവിക്കുന്നതും ഇതാണ് റിയാലിറ്റി എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നതായ മുഴുവൻ കാര്യങ്ങൾക്കും നേരെ ഘടകവിരുദ്ധമായതൊന്ന് സൂപ്പർ നാച്ചുറലായി നമ്മുടെ തൊട്ടടുത്തൊരുങ്ങിയിരിക്കുകയാണ്. നമുക്കെന്ത് വില കൊടുത്തും ഇന്നത് പൊട്ടിച്ചെടുക്കണം. റെഡിയാണോ? ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-20 വചനങ്ങളാണ് കർത്താവിൻ്റെ കൈകളിൽ തന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ തുള്ളിച്ചാടാൻ തോന്നും. നോക്കൂ, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും, തൻ്റെ ശരീരവും നിർജീവമാണ്, തൻ്റെ 90 വയസ്സുള്ള തൻ്റെ വൈഫിൻ്റെ ഗർഭപാത്രവും നിർജീവമാണ്, അത് അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ. ചില കാര്യങ്ങൾ അറിഞ്ഞാലും വിട്ടുകൊടുക്കത്തില്ലെന്നുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ഓൾറെഡി നിങ്ങളുടെ ആ കാര്യം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ അതിലേക്ക് മെനക്കെടണ്ട. നോ, എൻ്റെ തീരുമാനം അതും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്നതാണ് എന്ന് നിങ്ങൾക്ക് ഉറയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ റിജക്റ്റ് ചെയ്തതിനെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടേതാക്കി മാറ്റാൻ പറ്റുമെന്നാണ് ഈ ദൈവവചനം നമുക്ക് നൽകുന്ന മെസ്സേജ്. ഫിസിക്കൽ സ്റ്റാറ്റസ് നമ്മളോട് പറയുന്നത് ഇനി അങ്ങനൊന്നും നടക്കില്ലെന്നാണ്. പ്രായം പറയുന്നത് ഇനിയൊന്നും നടക്കില്ലെന്നാണ്. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം പറയുന്നത് ചിലത് സംഭവിക്കുമെന്ന് തന്നെയാണ്. നമുക്കെന്ത് വേണം? സാഹചര്യങ്ങളുടെ റിസൾട്ട് വേണോ? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി വേണോ? അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ നാം പുതിയതൊന്നിനെ കാണാനും വേറൊന്നിനെ തൊടാനും വ്യത്യസ്തമായതൊന്നിനെ അനുഭവിക്കാനും തക്കവിധം നമ്മളെ തന്നെ ഒന്ന് മെരുക്കിയെടുക്കണം. ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാമ്പത്തിക മേഖല, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, നിങ്ങളുടെ ഫാമിലി പ്രോബ്ലങ്ങൾ, നിങ്ങളുടെ കുഞ്ഞിന്റെ ആവശ്യമോ, നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യമോ, നിങ്ങളുടെ മിനിസ്ട്രി പരമായ വിഷയങ്ങളോ, നിങ്ങൾ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു മനുഷ്യനും കൈകാര്യം ചെയ്തു തരാൻ കഴിയാത്ത വിധം വിരൂപമായിരിക്കുന്ന നിങ്ങളുടെ ഏത് വിഷയവും ദൈവകരങ്ങളിലേക്ക് വെക്കുക. അതിൻ്റെ അകത്ത് കർത്താവ് എനിക്ക് വേണ്ടി വലിയതൊന്ന് ചെയ്യുമെന്നുള്ള നിലയിൽ ഒതുങ്ങിക്കൂടി പോകാതെ അതിനെ പൊട്ടിച്ചെടുക്കാൻ തക്കവിധം ആത്മാവിൽ നിങ്ങളുടെ ആ ഒരു ഉണർവിനെയും വിശ്വാസത്തെയും ഒന്ന് പ്രബലമാക്കി തീർക്കുക. ഇവിടെ കാര്യങ്ങൾ മാറി മറിയും. ദൈവം പലപ്പോഴും വിശ്വാസത്തിന്റെ ഉത്സാഹത്തിലേക്ക് നാം എത്തേണ്ടതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്ഷീണത്തെ ദൈവം കാണാഞ്ഞിട്ടല്ല, പക്ഷെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഒരു ഉണർവിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ ആ ഒരു മിടുക്കരായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. അയ്യോ കർത്താവേ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അയ്യോ ദൈവമേ, എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? നോ, ദൈവത്തിന് നമ്മുടെ സഹതാപത്തെക്കാൾ നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ പ്രവർത്തിക്കാൻ ഭയങ്കരമായ താല്പര്യമാണ്. ആ തീരുമാനം നമ്മുടെ മേൽ ഉണ്ടായി വരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്ന മിനിറ്റുകളാണിത് എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. അവിടെ ആ മനുഷ്യന് നിർജീവമായ ശരീരവും ആ സ്ത്രീക്ക് നിർജീവമായ ഗർഭപാത്രവും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കീഴടങ്ങാതെ അവർ മറ്റൊരു കാര്യത്തെ കയറി പിടിച്ചു. എന്തായിരുന്നു അതെന്ന് അടുത്ത വാക്യം പറയുന്നു. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദാറ്റ് മീൻസ് യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, റിസൾട്ടുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, കാര്യങ്ങളുടെ വിശകലനം ചെയ്ത ഉത്തരങ്ങൾ, നിഗമനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ക്ഷീണിക്കാത്ത വിശ്വാസത്തെയാണ് അവർ ഫോളോ ചെയ്തത്. നിങ്ങൾ എന്തിനെയാണ് ഇന്ന് രാവിലെ ഉൾക്കൊള്ളുന്നത്? നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നു, അതോ ക്ഷീണിക്കാത്ത ഒരു വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത്, നിന്റെ
വിശ്വാസത്തിൽ ക്ഷീണിക്കാത്ത വിശ്വാസത്തെ നീ ഉയർത്തുക എന്ന് തന്നെയാണ്. നാം അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ നാം ചേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വാതിലുകൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് തുറക്കും. എഴുതപ്പെട്ട റിസൾട്ടുകൾ തിരുത്തപ്പെടും. ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്കുകളുടെ മുമ്പിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കുക. യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടാകും, റിസൾട്ടുകൾ പലതും പറയുന്നുണ്ടാകും, ഡോക്ടേഴ്സ് പലതും പറയുന്നുണ്ടാകും, നമ്മളോട് പലതും പറയുന്നുണ്ടാകും. പക്ഷേ അവർ പറയുന്നതൊക്കെ ഏത് നിമിഷവും മാറാം. പക്ഷെ വാഗ്ദത്തവും വിശ്വാസവും മാറുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിലവിലുള്ളത് ഏത് വിധേനയും എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ വിശ്വാസം മാത്രം മാറുന്നില്ല, വിശ്വാസം മാത്രം നീങ്ങിപ്പോകുന്നില്ല. ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പ് മാത്രം നമ്മളെ പെരുവഴിയിലാക്കുന്നില്ല. കർത്താവിലുള്ള നമ്മുടെ ആശ്രയം നമ്മളെ ചതിക്കുന്നില്ല. ദൈവത്തിന്റെ വിശ്വസ്തത ആകാശം മാറിയാലും നീങ്ങാത്തതായി നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു. ദൈവം മാറുന്നില്ല, ദൈവം നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നിർജീവമായ ശരീരം ഒരു വശത്ത് നിൽക്കുമ്പോൾ, ആ നിർജീവമാകുന്ന ശരീരത്തോടുകൂടെ വിശ്വാസവും നിർജീവാവസ്ഥയിലേക്ക് താണുപോകാതെ അബ്രഹാമും സാറായും അതിനെ ഡെവലപ്പ് ചെയ്യുവാൻ തയ്യാറായി. നിങ്ങളുടെ സാഹചര്യങ്ങൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം താഴേക്ക് പോകാതെ അതിനെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയട്ടെ. രണ്ടാമത്തെ വാക്ക്, ആ 20-ാമത്തെ വചനം പറയുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിശ്വാസത്തിന് കീഴടക്കാൻ കഴിയാത്ത വാഗ്ദത്തം അവരുടെ കൈകളിലുണ്ടായിരുന്നു. ലോകമെമ്പാടും എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ ഈ വാഗ്ദത്തത്തിന് മുമ്പിൽ ഒരു യുദ്ധമുണ്ട്. ആമേൻ. ഏത് കാലഘട്ടത്തിലും എല്ലാവരുടെ അരികിലും വാഗ്ദത്തം കേട്ടവരുടെ മുമ്പിൽ ഒരു വാർഫെയർ ഉണ്ട്. എന്താണ് വാഗ്ദത്തം കേട്ടവന്റെ മുമ്പിലെ യുദ്ധം? നാം കേട്ട വാഗ്ദത്തത്തോട് അന്നു മുതൽ അവിശ്വാസം ഏറ്റുമുട്ടാൻ തുടങ്ങും. ഇവർ തമ്മിലൊരു യുദ്ധം നടത്തും. എന്നാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഗോധായിൽ നടക്കുന്ന ഈ റെസ്ലിംഗിൽ എൻ്റെ വിശ്വാസം ജയിക്കണമോ അതോ അവിശ്വാസം എൻ്റെ വിശ്വാസത്തെ കീഴടക്കണമോ? വിട്ടുകൊടുക്കാൻ മനസ്സില്ലെങ്കിൽ അവിശ്വാസത്തെ വിശ്വാസം വിഴുങ്ങും. ആമേൻ. വാഗ്ദത്തത്തെ അവിശ്വാസം കീഴടക്കാതെ വാഗ്ദാനം അവിശ്വാസത്തെ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയണം. ഇവിടെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവിശ്വാസം കീഴടക്കാത്ത വാഗ്ദത്തം ആ വീട്ടിലുണ്ടായിരുന്നു. ആ 100 വയസ്സിലേക്ക് നടന്നു നീങ്ങിയ ദമ്പതിമാരുടെ ജീവിതത്തിൽ ഇതുണ്ടായിരുന്നു. നിർജീവമായ ശരീരത്തിൽ നിർജീവമാകാത്ത വിശ്വാസം അവർക്കുണ്ടായിരുന്നു. 2, അവിശ്വാസത്തിന് കീഴടക്കാൻ കഴിയാത്ത ഒരു വാഗ്ദത്തം അവരുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നീ കേട്ട ദൈവശബ്ദം പലപ്പോഴും നടക്കാതെ പോകുന്നു എന്ന് നീ പറയുന്നില്ലേ? നീ കേട്ട ആലോചന പലപ്പോഴും കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് നീ പരാതിപ്പെടുന്നില്ലേ? അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, നീ കേട്ട ദൈവിക വാക്കുകൾ അത് വിശ്വാസത്തിന് വിധേയമായിരിക്കണം. അവിശ്വാസം വാഗ്ദാനങ്ങളെ കീഴടക്കുവാൻ തക്കവിധം നിന്നു കൊടുക്കരുത്. 3-ാമത്തെ കാര്യം, വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഒരു പവർഫുൾ ഫെയ്ത്തിലേക്ക് ഇന്ന് രാവിലെ കയറി വരിക. വിശ്വാസത്തിന്റെ ബലം ഏറ്റെടുക്കുക, വിശ്വാസത്തിന്റെ തീഷ്ണത ഏറ്റെടുക്കുക, വിശ്വാസത്തിന്റെ കാഴ്ച ഏറ്റെടുക്കുക, വിശ്വാസത്തിന്റെ ഭാഷ പറയുക. വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ആമേൻ. അടുത്ത വാക്ക് പറയുന്നു, ആ വീട്ടിൽ ദൈവത്തിന് കൃത്യമായി മഹത്വം കൊടുക്കുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ഇതിന്റെ എല്ലാം കീ എന്താണ്? ഈ കേട്ടതിന്റെ എല്ലാം രഹസ്യം എന്താണ്? 100 വയസ്സെത്തുമ്പോഴും ആ യാഥാർത്ഥ്യത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാത്തക്ക വിധം, അവിശ്വാസത്തിന് കീഴടക്കാൻ കഴിയാതെ വിധം വാഗ്ദത്തം പ്രബലമായി നിൽക്കുന്ന, വിശ്വാസം ശക്തിപ്പെടുന്നതിന്റെ പുറകിലെ കാരണം എന്താണ്? അത് ഈ വചനം വ്യക്തമാക്കുന്നു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ വിശ്വാസം സടകുടഞ്ഞ് എഴുന്നേറ്റ് എപ്പോഴും ജ്വലിച്ചു നിൽക്കും. ദൈവത്തെ സ്തുതിക്കുന്നവന്റെ ജീവിതത്തിൽ മാത്രം, അവന്റെ കുടുംബത്തിൽ മാത്രം നിർജീവത്വങ്ങളെ, വാഗ്ദത്തങ്ങൾ ജയിക്കുന്ന കാഴ്ച അവർ കാണും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ വീട്ടിൽ മാത്രം ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് തലമുറകൾ കാലെടുത്ത് വെക്കുന്ന കാഴ്ച അവർ കാണും. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ അവിശ്വാസങ്ങൾ, ഇത്തരം കാര്യാദികളെ ഇന്ന് പകൽ വാഗ്ദത്തത്താലും വിശ്വാസത്താലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനാലും ജയിക്കാൻ തയ്യാറാവുക. അബ്രഹാമിന്റെ ലൈഫിലെ ഏറ്റവും ശക്തമേറിയ സ്പിരിച്വൽ വെപ്പൺ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ കാലത്തും പറയും, ആ മനുഷ്യന് വിശ്വാസം ഉണ്ടായിരുന്നു, ശരി തന്നെ. പക്ഷെ ആ വിശ്വാസം എങ്ങനെ താൻ ഡെവലപ്പ് ചെയ്തു?
അബ്രഹാം വിശ്വാസം ഡെവലപ്പ് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ ലൈഫിൽ വിശ്വാസം വെളിപ്പെട്ട് തന്നെ നിൽക്കും. ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ വീട്ടിൽ ആമേൻ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി തലമുറകൾ പലതിനെയും കൈയടക്കും. ആമേൻ. നിങ്ങൾ കണ്ടതും കേട്ടതുമല്ല, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൈവ് വരികയാണ്. ഈ വാതിൽ തുറക്കാനുള്ള വഴി എന്താണ്? സ്തുതിയോടുകൂടെ മതിലുകളെ ഇടിക്കാമെന്ന് യോശുവ നമ്മെ പഠിപ്പിച്ചു. സ്തുതിയോടുകൂടെ വിശ്വാസത്തിൽ ശക്തരാകാമെന്ന് അബ്രഹാം നമ്മെ പഠിപ്പിച്ചു. സ്തുതിയോടുകൂടെ കാരാഗ്രഹങ്ങളെ ഇളക്കാമെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിച്ചു. ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നാക്കും വായുമുണ്ടെങ്കിൽ സ്തുതിയുടെ ആയുധങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്തുതി സ്വർഗത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകുന്നു. ദൈവത്തെ അരമണിക്കൂർ സ്തുതിക്കാൻ മനഃപൂർവ്വം തയ്യാറായാൽ, യേശുവേ ആരാധന എന്ന് അരമണിക്കൂർ നിർത്താതെ പറയാൻ തയ്യാറായാൽ, ദൈവത്തെ മനഃപൂർവ്വമായിട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്കായും മനഃപൂർവ്വമായി സ്തുതിച്ചു തുടങ്ങിയാൽ സാഹചര്യങ്ങൾ മാറുന്നത്, പ്രതിസന്ധികൾ അയയുന്നത് നിങ്ങൾ കാണും. ദൈവത്തിന്റെ വലിയ വിടുതലുകളെ നിങ്ങൾ ദർശിക്കും. ഞങ്ങളുടെ കർത്താവേ, ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ, ദൂതുകളെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന ദൈവശബ്ദത്തിൽ ഞങ്ങൾ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ, പൊന്നോമനകളെ, യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സകലവിധ നന്മകളും ജീവിതവും അനുഗ്രഹത്തിന്റെ എല്ലാവിധ വാതിലുകളും ഇവർക്ക് തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിന് നേർ വിപരീതമായിരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ പുതിയ വാതിലിനെ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായും അനുഗ്രഹം ഒരുക്കപ്പെട്ടിരിക്കയാലും സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവപിതാവിൻ്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദൂത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പലതവണ കേൾക്കണം. ഫെയ്ത്ത് താന്നു പോകുമ്പോൾ ഇത് കേട്ട് ബലപ്പെടണം. ഓക്കെ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ശുശ്രൂഷ മന്നാകുളത്തിൽ ടവറിൽ വെച്ച്, അതായത് ലോഗോസ് ജംഗ്ഷനിൽ ബൈബിൾ സൊസൈറ്റിയുടെ അരികിലൂടെ മുകളിലേക്ക് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആ വഴിയെ ജസ്റ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ വലിയൊരു ആൽമരം നിൽക്കുന്നു. അതിനോട് ചേർന്ന് നമ്മുടെ ചർച്ചിന്റെ ബോർഡും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. വരിക, ദൈവകൃപ നമുക്ക് അനുഭവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.